എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബിരിയാണീൻ്റെ നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു ചമ്മന്തിയാണ്. ഇത് നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമ്മുടെ വയറ് സംബന്ധമായിട്ട് ചിലർക്ക് ഇങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ച് കഴിയുമ്പോൾ വയറിങ്ങനെ സ്തംഭിക്കുക അങ്ങനെയൊക്കെ പ്രോബ്ലം ഉണ്ടാകുമ്പം അതൊക്കെ മാറാൻ വേണ്ടിയിട്ടും കൂടിയുള്ളൊരു ചമ്മന്തിയാണ് കേട്ടോ. അപ്പോൾ ഇതുവരെ കഴിക്കാത്തവരാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായിട്ട് ചിരകിയ തേങ്ങ, ഒരു അരമുറി തേങ്ങയാണ് ഞാൻ എടുത്തേക്കുന്നത്. ആ തേങ്ങ എടുത്തിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് എരിവിന് ആവശ്യമായിട്ടുള്ള മുളകാണ് കേട്ടോ. ഞാൻ 3 പച്ചമുളകാണ് എടുക്കുന്നത്. അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, പെട്ടെന്നൊന്ന് ചതഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പുതിനയിലയാണ് വേണ്ടത്. മിൻറ്റ് എൻ്റെ ഇല എല്ലാവരുടെ അടുത്തും ഉണ്ടാവും അല്ലേ. ഇതിപ്പോൾ നമ്മൾ ഇവിടെ തന്നെ നട്ടുണ്ടാക്കിയ ഇലയാണ്. അപ്പം വീട്ടിലൊന്നും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിയതാണെങ്കിലും മതി. അതാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ അത് കുറച്ച് കൂടുതൽ വേണം കേട്ടോ. ആ മിൻറ്റിൻ്റെ ചൊവ്വ കുറച്ച് നിൽക്കണം. അത് നമ്മുടെ വയറിനൊക്കെ നല്ലതാണ് കേട്ടോ. ഗ്യാസ് പോകാനും സ്തംഭിച്ച് നിൽക്കുന്ന ഇത് പോകാനൊക്കെ നല്ലൊരു ഉത്തമമായൊരു ഇലയാണ് ഇത്. അപ്പം പുതിനയില എന്തായാലും സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഉപയോഗിക്കണം. പിന്നെ വേണ്ടത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ. ഇഞ്ചീൻ്റെ ഗുണങ്ങൾ പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാവർക്കും തന്നെ അറിയാലോ. ഇഞ്ചിയും നല്ല വയറിന് നല്ലതാണ്. അപ്പോൾ ഞാൻ ചെറിയൊരു ഇഞ്ചി എടുത്തിട്ടുണ്ട്. അതും ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പിന്നീട് അരച്ച് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ഇനി വേണ്ടത് ശകലം ഒരു വിനാഗിരിയാണ്. ഇത് നല്ല ഹെൽത്തി അല്ല, പക്ഷേ കുറച്ച് പുളിയും കൂടി വേണം ഈ ചമ്മന്തിക്ക്. പുളിയും കൂടി ഉണ്ടെങ്കിലാണ് കേട്ടോ അതിൻ്റെ ഒരു ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻസ്. എളുപ്പമല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടി എടുത്തിട്ട് ഒരു മിക്സിൻ്റെ ജാറിൽ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ചതച്ചെടുക്കുന്നു. ചമ്മന്തി എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ നമ്മളൊന്ന് ചതച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ ഒരുപാട് ഗുണങ്ങളുള്ള ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതുവരെ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായങ്ങളെല്ലാവരും കമൻ്റ് അയക്കണം. പുതിയ വീഡിയോയുടെ പിന്നെ കാണാം.